കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. സ്വകാര്യ മില്ലുകളിൽ നിന്ന് നെല്ലെത്തിച്ചപ്പോൾ കർഷകർക്ക് തൂക്കത്തിൽ 4% കുറവ് രേഖപ്പെടുത്തിയെന്ന് ആക്ഷേപം. മുടകുറ്റി പാടശേഖരത്തിൽ നിന്ന് 8 ടൺ നെല്ല് അളന്നപ്പോൾ 320 കിലോഗ്രാം കുറച്ചാണ് തൂക്കം അളവ് രേഖപ്പെടുത്തിയതെന്ന് കർഷകർ. തിരുമാറാടി മേഖലയിലെ പാടശേഖര സമിതികളിൽ നിന്ന് സപ്ലൈകോ വഴി കാലടിയിലെ സ്വകാര്യ മില്ലുകളിൽ നെല്ല് എത്തിച്ച കർഷകർക്ക് തൂക്കത്തിൽ 4% കുറവ് രേഖപ്പെടുത്തുന്നത് വൻ നഷ്ടമുണ്ടാക്കുന്നതായി ആക്ഷേപം. മുടക്കുറ്റി പാടശേഖരത്തിൽ നിന്ന് 8 ടൺ നെല്ല് അളന്നപ്പോൾ 320 കിലോഗ്രാം കുറച്ചാണ് തൂക്കം അളവ് രേഖപ്പെടുത്തിയത്. വിവിധ കാരണങ്ങൾ പറഞ്ഞാണ് തൂക്കത്തിൽ 4% കുറയ്ക്കുന്നതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. നെല്ല് കാലടിയിൽ എത്തിക്കുന്നത് കർഷകരാണ്. 300 രൂപ മാത്രമാണ് വണ്ടിക്കൂലി ഇനത്തിൽ കർഷകർക്ക് നൽകുന്നത്. മികച്ച രീതിയിൽ ഉണങ്ങി സംഭരിച്ച നെല്ലാണ് മില്ലിലെത്തിക്കുന്നത്. നെല്ലിന്റെ വില ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. എന്നാൽ വായ്പയായിട്ടാണ് കർഷകർക്ക് പണം ലഭിക്കുന്നത്. ഇത് സിബിൽ സ്കോറിനെ ബാധിക്കുമെന്നും കർഷകർ പറഞ്ഞു. കൃഷിഭവന്റെ കീഴിലുള്ള പാടശേഖര സമിതികളിൽ നിന്ന് നെല്ലെടുക്കാൻ സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ട് ഈ സമയം വരെ വണ്ടി വിട്ടു തന്നില്ല. വണ്ടി കൊണ്ടുചെല്ലാൻ പറഞ്ഞു. കൊണ്ടുചെന്നതിന് ശേഷം നമുക്ക് സാമാന്യത്തിൽ നീതിക്ക് നിരക്കാത്ത കട്ടിങ്ങാണ് അവർ തരുന്നത്. 4-5% കട്ടിങ് തരുന്നു. അതുകൊണ്ട് കൃഷിക്കാരന് സമയത്ത് അവർ സപ്ലൈകോയ്ക്ക് എൻ്റെ ബില്ല് പോലും കൊടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ പറ്റുന്നില്ല. PRSൻ്റെ ലോൺ പോലും തരുന്നില്ല. സമയത്ത് കൃഷിക്കാരന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നെല്ല് മില്ലുകളിൽ നൽകുന്ന കർഷകർക്ക് തൂക്കത്തിൽ 4% കുറവ് നൽകുന്ന പ്രശ്നത്തിൽ ഇടപെടുമെന്ന് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA പറഞ്ഞു. പല സ്ഥലങ്ങളിലും മില്ലുകാർ സഹകരിക്കുന്നില്ല, മില്ലുകാർ കടന്നു വരുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് അവർ അതും ഇതുമൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിഴിവിടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഉണങ്ങിയ നെല്ലിന് പോലും ന്യായവില ലഭ്യമാവാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ വേദനയും പ്രതിഷേധവും ഉണ്ടാകുന്ന രീതിയാണ്. അപ്പോൾ ഈ നെല്ല് സംഭരിക്കുന്നത് കൃത്യസമയത്ത് സംഭരിച്ച് എടുക്കാൻ കഴിയണം. മാത്രമല്ല അവർ ഫീൽഡിൽ വന്നാണ് സംഭരിക്കേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും കർഷകർ ഈ വണ്ടിയും പിടിച്ച് ഈ പറയുന്ന കാലടിയിലോ അല്ലെങ്കിൽ പെരുമ്പാവൂരോ ഈ മില്ലിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇതിന് വരുന്ന എക്സ്ട്രാ ചാർജ് ആര് വഹിക്കും? കർഷകർ തന്നെയാണ് വഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡീസെൻട്രലൈസ് പ്രൊക്യൂർമെൻറ്റ് സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്? കർഷകർക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഈ നെല്ല് സംഭരണം. എന്നാൽ അതിൻ്റെ ഗുണകരമായ പ്രയോജനം ഉണ്ടാവാതെ പോകുന്ന വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒന്നാണ്. അത് വലിയ പ്രതിഷേധാർഹമായ ഒന്നാണ്. ഉത്പാദന ചെലവ് കൂടിയതിനാൽ തൂക്കത്തിലെ 4% കുറവ് രേഖപ്പെടുത്തുന്ന രീതി ഒഴിവാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.